പ്രിയപ്പെട്ടവരെ, ഈരക്ക വാഴ്ചവട്ടം കേരള വികസനത്തിന്, സംസ്ഥാനത്തിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് വലിയ തോതിൽ കുതിപ്പ് ഏൽക്കുന്ന മിഷൻ 1000 പദ്ധതിയെക്കുറിച്ച് പ്രതിപാദിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ വികസന മാതൃക ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ സംസ്ഥാന മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പറഞ്ഞ വാർത്ത പത്രമാധ്യമങ്ങളിലെല്ലാം നാം ശ്രദ്ധിക്കുകയുണ്ടായി. BJPയും അതുപോലെ കോൺഗ്രസുമെല്ലാം തുടരുന്ന കുത്തിത്തിരിപ്പുകൾക്കും അതുപോലുള്ള അപവാദ പ്രചരണങ്ങൾക്കുമെല്ലാം ഇടയിൽ കേരളം വികസനത്തിൻ്റെ അനന്തമായ സാധ്യതകളാണ് വെട്ടിത്തുറന്ന് മുന്നോട്ട് പോകുന്നത്. മിഷൻ 1000 പദ്ധതി മറ്റൊരു ചുവടുവെപ്പാണ് ഈ രംഗത്ത്. 1957 മുതൽ കേരള സംസ്ഥാനം മൂന്നാം ലോക രാജ്യങ്ങൾക്ക് വലിയ തോതിൽ കൗതുകകരമായ നിലയിൽ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് വരികയാണ്. ഇന്ത്യക്കാകെ വിസ്മയമായിട്ടുള്ള നിലയിലാണ് കേരളത്തിൻ്റെ വികസനവും കേരളത്തിൻ്റെ പുരോഗതിയുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. 57 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തുടക്കമിട്ട പദ്ധതികളും അതുപോലെ കൈക്കൊണ്ട നടപടികളുമെല്ലാം പ്രത്യേകിച്ച് ഭൂപരിഷ്കരണ മേഖലയിലും രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം സ്വീകരിച്ച നടപടികൾ ഒരു പുതിയ സമൂഹ നിർമ്മാണത്തിൻ്റെ അടിത്തറയായിരുന്നു. അതിന് ഏറ്റവും അധികം ബലം നൽകിയിട്ടുള്ളത് അത്തരം നടപടികളാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ തുടർച്ചയും അനുബന്ധങ്ങളും എല്ലാം സാധ്യമാക്കുന്നതിൽ ഇടതുപക്ഷം നൽകിയ സംഭാവനകൾ, കേരളത്തിൽ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അതിൻ്റെ തുടർച്ചയായി ഏറ്റവും അവസാനം 2016 മുതൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റുകൾ പുതിയ കാഴ്ചപ്പാടുകളിലൂടെ ശ്രദ്ധേയമായ ചുവടുവെപ്പുകളാണ് നടത്തുന്നത്. ഭരണ മികവ്, അതുപോലെ തന്നെ രാജ്യത്തിന് അങ്ങേയറ്റം മാതൃകയായിട്ടുള്ള വികസന ശൈലികൾ ആവിഷ്കരിക്കുന്നതിലും അത് പരിചയപ്പെടുത്തി പ്രായോഗിക തലത്തിൽ വിജയകരമായി നടപ്പിലാക്കുന്നതിലുമെല്ലാം ഗവൺമെൻറ് വഹിച്ച പങ്ക് വളരെ മഹത്തരമാണ്. ഇതെല്ലാം വലിയ തോതിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സുസ്ഥിരമായ വികസനത്തിലെ കേരള മാതൃക ലോകം അംഗീകരിച്ചതാണെന്നും അത് പിന്തുടരുമെന്നും നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ സുമൻ ബെറി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കുന്നതിൽ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തനം നടത്തിയ സംസ്ഥാനമാണ് കേരളം എന്ന് ഇപ്പം എല്ലാവരും അംഗീകരിക്കുന്നു. സാമൂഹ്യ പശ്ചാത്തല വികസന മേഖലകളിലെല്ലാം അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയോടുകൂടി പ്രതിജ്ഞാബദ്ധമായ നിലയിൽ ഇടപെട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന നില ഇവിടെ ഉണ്ടായി. വളരെ നൂതനമായ പദ്ധതികൾ, അതിനൂതനമായ പദ്ധതികളും എല്ലാം കേരളത്തിൻ്റെ ഇത്തരം നീക്കങ്ങൾ, ഈ പദ്ധതികളും നൂതനമായ പദ്ധതികളും കേരളം ആവിഷ്കരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളും പദ്ധതികളുമെല്ലാം വലിയ തോതിൽ നമുക്ക് വഴികാട്ടിയാണെന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ പറയുകയുണ്ടായി. കേരള നിർമ്മാണത്തിന് ഊർജം പകരാൻ സംരംഭങ്ങൾ കൈപിടിച്ചുയർത്തുന്ന മിഷൻ 1000 പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായത് ഇതിൻ്റെ തുടർച്ചയായുള്ള മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. 4 വർഷം കഴിയുമ്പോഴേക്ക് 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളാക്കാനാണ് ഇതിലൂടെ സംസ്ഥാന ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ തുടക്കമെന്ന നിലയിൽ, ആദ്യപടി എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 88 സംരംഭങ്ങൾക്ക് വ്യവസായ മന്ത്രി P. രാജീവ് ഓഫർ ലെറ്റർ വിതരണം ചെയ്തു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാനാവുന്നത്. 250 എണ്ണം കൂടി പരിഗണിക്കുമെന്നും യൂണിറ്റുകളെ സഹായിക്കാൻ
വ്യവസായ വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരെ പ്രത്യേകമായി നിയോഗിക്കുമെന്നും വ്യവസായ മന്ത്രി ഉറപ്പ് നൽകിയതായിട്ട് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാനാവുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന സംരംഭങ്ങൾക്ക് 2 കോടി വരെ മൂലധന നിക്ഷേപ സബ്സിഡി, അതായത് 40% വരെ ലഭ്യമാക്കുമെന്ന് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവർത്തന മൂലധനത്തിന് 50 ലക്ഷം രൂപ വരെ പലിശ സബ്സിഡിയും നൽകും എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. വിപുലീകരണ പദ്ധതി രേഖയ്ക്ക് 1 ലക്ഷം രൂപ അനുവദിക്കും എന്നും വ്യക്തമാക്കിയതായിട്ടാണ് മാധ്യമങ്ങളിലൂടെ കാണുന്നത്. ഇവിടെ ഈ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയത് 2023 ഏപ്രിൽ മാസത്തിലായിരുന്നു. ഒക്ടോബർ 31 വരെ 500-ലേറെ അപേക്ഷകൾ ലഭിച്ചു എന്നാണ് മാധ്യമങ്ങളിലൂടെ കാണാനായ കണക്കുകൾ. ഡയറക്ടറേറ്റ് തലത്തിൽ കിട്ടിയത് 150 എണ്ണമാണെന്നും കാണുന്നു. ചെറുകിട സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളായി ഉയർത്തുന്നതിന് ബാങ്കുകളുടെ പിന്തുണയോടെ കൂടുതൽ വായ്പ ഉറപ്പാക്കുമെന്ന് ഗവൺമെൻറ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവയെ ഈ നിലയിൽ സംസ്ഥാന സർക്കാർ ദത്തെടുത്ത് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണിപ്പോൾ സ്വീകരിച്ചു വരുന്നതായി മനസ്സിലാക്കുന്നത്. പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ 2024 ഒരു തവണ കൂടി അവസരമുണ്ടാകും എന്നും ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംരംഭങ്ങൾ കുറഞ്ഞ ജില്ലകളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് കുറേയേറെ സംരംഭങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് വലിയ തോതിൽ ആവേശകരമായ പ്രചോദനം നൽകുന്ന കാര്യമാണ്. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു സംരംഭം എന്ന നിലയിൽ ഈ പദ്ധതി ജനുവരിയിൽ തന്നെ ആരംഭിക്കും, അതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മുടെ നാടിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനും അവരുടെ സാമൂഹ്യമായ ഇടപെടലുകൾ ഫലപ്രദമായി നടത്തുന്നതിനും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പരിപാടികൾക്കാണിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ബജറ്റ് മുതൽ ആ പരിഗണന നമുക്ക് കാണാൻ കഴിയും. സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ വർഷം നേരത്തെ അവതരിപ്പിച്ച ബഡ്ജറ്റ് മുതൽ ഗവൺമെൻറ് ഈ രംഗത്ത് നൽകുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് നൽകുന്ന പരിഗണന നമുക്ക് കാണാനാകും. ഇപ്പോൾ ഈ KSRTC സ്വിഫ്റ്റ് ബസ്സുകളിൽ കരാറടിസ്ഥാനത്തിൽ ഡ്രൈവർ കം കണ്ടക്ടർമാരാകാൻ ട്രാൻസ്ജെൻഡേഴ്സിന് അവസരം നൽകുമെന്ന തീരുമാനവും ഗവൺമെൻറ് കൈക്കൊണ്ടിരിക്കുകയാണ്. ഇതും പ്രത്യേകം ശ്ലാഘനീയമായി എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആദ്യമായിട്ടാണ് KSRTCയിൽ ഈ വിഭാഗത്തിന് നിയമനത്തിന് അവസരമൊരുങ്ങുന്നത്. ഗവൺമെൻറ് ഇപ്പോൾ ഇതിനകം മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ദിവസം 10 മണിക്കൂർ ജോലി, അതിന് 715 രൂപയും അതുപോലെ ഓരോ അധിക മണിക്കൂറിന് 130 രൂപയും വേതനം നൽകും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ഇൻസെൻറ്റീവും നൽകും എന്ന് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ LMV ലൈസൻസ് ഹോൾഡർമാർക്ക് പരിശീലനം നൽകി EV ലൈസൻസിന് സഹായിക്കുമെന്നുകൂടി പത്രങ്ങളിൽ കണ്ട വാർത്തകളിൽ വ്യക്തമാകുന്നു. കണ്ടക്ടർ പരിശീലനം നൽകി ആ ലൈസൻസും എടുത്ത് നൽകുന്നതിനും ഗവൺമെൻറ് പരിപാടി തയ്യാറാക്കുന്നുണ്ട്. കൊച്ചി മെട്രോയുടെ ആരംഭത്തിലും ട്രാൻസ്ജെൻഡേഴ്സിന് നിയമനം നൽകുകയുണ്ടായി. ഇവിടെ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരായ 81 ട്രാൻസ്ജെൻഡറുകൾക്ക് 88,60,000 രൂപ അനുവദിച്ച വാർത്തയും പത്രങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. ഈ സാമ്പത്തിക വർഷത്തിൽ കിട്ടിയ അപേക്ഷകളിൽ അർഹരായവർക്കെല്ലാം സഹായം നൽകിയെന്നാണ് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ട്രാൻസ് വുമൺ വിഭാഗത്തെ 51 പേരെയും ട്രാൻസ് മെൻ വിഭാഗത്തിൽ 30 പേരെയുമാണ് ഇതിനായിട്ട് പരിഗണിച്ചിട്ടുള്ളത് എന്നും കാണുന്നു. ഇങ്ങനെ ഇന്നലെ വരെ അവഗണിച്ചു വരുന്ന, കഴിഞ്ഞ കാലത്തെല്ലാം അവഗണന മാത്രം അനുഭവിച്ചു പോന്നിരുന്ന ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുള്ള നടപടികളെല്ലാം അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. അത് അങ്ങേയറ്റത്തെ മനുഷ്യസ്നേഹപരമായ ഒരു ചുവടുവെപ്പാണ് എന്നുകൂടി കാണേണ്ടതുണ്ട്.